ഹലോ അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് ഞാൻ ക്ലീനാക്കാൻ പോകുന്ന റൂമാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നെപ്പോലെ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് എങ്ങനെ ജോലി തീർക്കാമെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കിച്ചണിലും ബാത്റൂമിലും ഒരുപാട് കച്ചറയിരിക്കും. അതെല്ലാവർക്കും ഈ ക്ലീനാക്കാൻ പോകുന്ന ആണും പെണ്ണെല്ലാം ഉണ്ട് കേട്ടോ. ഖത്തറിൽ ആണുങ്ങളും പാവം പാർട്ട് ടൈം ഇതേപോലെ ക്ലീനാക്കാൻ പോകുന്നുണ്ട്, പെണ്ണുങ്ങൾ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ക്ലീനാക്കിയിട്ട് റൂം കൊടുക്കാമെന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ റൂം ഇത്രയേ ഉള്ളൂ. വലിയൊരു കിച്ചനാണ്, പിന്നെ ഒരു ബാത്റൂമും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നോക്കണ്ട, ഈ റൂമിൽ പിന്നെ കച്ചറ കുറവാണ്. അതാ ഞാൻ പറഞ്ഞ, ചില വീട് മാത്രമേ ഉള്ളൂ നല്ല കച്ചറ ഉണ്ടാകും. ഇവിടെ എല്ലാം കുറച്ച് കച്ചറ കുറവാണ്. അപ്പം ഇതെങ്ങനെയാണ് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് കൂടിയ വീഡിയോ ആണ്. കുറച്ച് 10-15 മിനിറ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് കാണുക. അപ്പം നമുക്ക് ഇന്ന് ക്ലീനിങ് ഉണ്ട് കേട്ടോ. കാലിയായ റൂം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കിക്കോ കേട്ടോ. എൻ്റെ റൂമിൽ നിന്ന് സോപ്പും പൊടി ഉണ്ട്, കോറക്സ് ഉണ്ട്, പിന്നെ ഒരു കപ്പ്. അവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടുവന്നു. ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ. ചകിരി, പിന്നെ നമുക്ക് കച്ചറ വാരാൻ അതും എടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷ് എടുത്ത് കൊണ്ടുപോകും. ഇത്രയെല്ലാം സാധനം എടുത്തിട്ടാണ് നമ്മളെ വില്ലൻ്റെ അപ്പുറം ആണെങ്കിലേ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ അവരോട് നമ്മൾ പറയും എല്ലാ സാധനം റെഡി ആയിരിക്കണം. ബ്രഷ്, കാര്യങ്ങൾ, ബക്കറ്റ്, സോപ്പും പൊടി എല്ലാം അവിടെ ഉണ്ടാവണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അധികം ഉണ്ടാവലുണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവലുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഇനി വില്ലേക്കാരെ റൂമിൽ നിന്ന് എല്ലാം നമുക്ക് സെറ്റാക്കി തരുത്തുണ്ട് കേട്ടോ. ക്ലീനാക്കാനുള്ള എല്ലാ സാധനങ്ങളും തരുത്തുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എരുത്തെല്ലാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലീനാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ എന്തൊക്കെ കച്ചറകളുണ്ട് അതെല്ലാം എടുത്തിട്ട് പുറത്തെടുത്ത് വെക്കുക കേട്ടോ. എല്ലാം ഇതേപോലെ പുറത്തെടുത്ത് വെക്കുക. എന്നാലേ നമ്മൾ വിചാരിക്കും പോലെ പണി കഴിയുള്ളൂ കേട്ടോ. എല്ലാം എടുത്തിട്ട് എന്തൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒന്നും നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് നോക്കണം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതൊരു സൈഡിൽ എടുത്ത് വെക്കുക. നമ്മുടെ സോപ്പും പൊടിയും കോറക്സും ഇതാണ് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരാത്തത് കേട്ടോ. ചില സ്ഥലത്ത് നമ്മൾ ക്ലീൻ കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് ഒന്നിനും പറ്റൂല കേട്ടോ. ആദ്യം തന്നെ ചെയ്യാൻ വന്നത് കണ്ടോളൂ. സോപ്പ് ഇതിലിട്ടിടുക. നല്ല സോപ്പ് പൊടി വേണം. കുറച്ച് കോറക്സും ഇതിലോട്ടാക്കുക. കുറച്ച് മതി. ഇവിടെ കച്ചറ കുറവാണ്. എല്ലാവരും പറഞ്ഞ് മാസ്ക് ഇട്ടിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ മാസ്ക് വാങ്ങാൻ മറന്നു പോയിട്ടോ. സത്യത്തിൽ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കിച്ചൺ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കിച്ചന് ഭയങ്കര വൃത്തികേടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് നല്ല കച്ചറുള്ളവർക്കെല്ലാം ഒന്ന് നനച്ചിടണം കേട്ടോ. അപ്പോൾ ഇത് നനച്ചിട്ട് നമ്മൾ അടിക്കലും
അടിക്കലെല്ലാം കഴിയുമ്പോൾ ഇതേപോലെ ഈ കിച്ചൺ ചെയ്യുമ്പോൾ തന്നെ ബാത്റൂമും നമ്മൾ ചുമരും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് നനച്ചിട്ടാൽ പിന്നെ നമ്മൾ അടിക്കലെല്ലാം കഴിയുമ്പോഴത്തേന് നല്ല കച്ചറെല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. അതിനാണ് ഇങ്ങനെ അതാ നനച്ചിടുന്നത്. നല്ല സോപ്പാക്കിയിട്ട് ഇങ്ങനെ നനച്ചിടുക. ഈ വെള്ളം ഒഴിച്ചിടുക കേട്ടോ. നനച്ചിടുമല്ലോ, വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇടുക. അപ്പോൾ ഫുള്ള് കച്ചറ കണ്ട ഈ ഇതെല്ലാം നന്നായിട്ട് ഇളകി വരും. അല്ലെങ്കിൽ ഭയങ്കര മെനക്കെടാണ്. കമ്പിച്ചകിരി കൊണ്ട് ഉരക്കുന്നത് നല്ലതല്ല, നമ്മുടെ കൈയെല്ലാം പോയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതിങ്ങനെ പുതർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത്ര ഭാരമായിട്ട് തോന്നൂല. പിന്നെ ഏതൊരു പണിക്കും നമ്മൾ അതിൻ്റെതായ ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യട്ടെ എന്നിട്ട് കാശ് കിട്ടണം അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്ന പിന്നെ പണി നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക കേട്ടോ. നല്ല ക്ലീനാക്കി മനസ്സറിഞ്ഞ് ചെയ്യുക. ഇത് ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യട്ടെ, എങ്ങനെയെങ്കിലും നാക്കി കൂട്ടിയിട്ട് പോകാമെന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത്. അതാവും നമുക്ക് ഭാരമായിട്ടേ തോന്നുള്ളൂ. ഇത് നമ്മുടെ ജോലിയാണ്. ഇത് കറക്റ്റായി ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെയും അവർ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു വില്ലക്കാരൻ നമ്മളിപ്പോൾ ഈ വില്ലക്കാരൻ നമ്മൾ വിളിച്ചു. ഈ വില്ലക്കാരൻ വിളിച്ചിട്ട് ഓൾക്ക് ഒരുപാട് വില്ലക്കാരറിയാം അല്ലേ, ഒരുപാട് വില്ലക്കാരറിയാം. അപ്പോൾ ഓലിങ്ങനെ പറയൂടാ ആരെങ്കിലും ക്ലീനാക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ അധികം ബംഗാളികളാണ് ക്ലീനാക്കാൻ പോകുക. അവർക്ക് പൈസ കുറവാണ്, നമ്മളെക്കാട്ടി പൈസ കുറവാണ്. അപ്പോൾ നമ്മളെ വർക്ക് എങ്ങനെയുണ്ട് അതേപോലെയാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വില്ലക്കാരൻ ചോദിക്കടാ റൂമുണ്ട് ക്ലീനാക്കാൻ ആരെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ജോലി ചെയ്തു ഒരു വില്ലേജ് ജോലി ചെയ്ത് ഓക്കെയാണോ ഓല് പറയും നമ്മളൊരു താത്ത ഉണ്ട്, താത്താനെ വിളിച്ചോ, താത്ത ഓക്കെയാണ്, നല്ല ക്ലീനാക്കി തരും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മളെങ്ങനെയെങ്കിലും മണിക്കൂറുകളാക്കിയിട്ട് പൈസ വാങ്ങിയിട്ട് പോകാൻ നോക്കരുത്. മനസ്സറിഞ്ഞ് ആർക്കമായിട്ട് നമ്മളെന്താക്കുക നമ്മളതായ ജോലിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പം കണ്ട ഇതിപ്പോൾ ഫുള്ള് ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഫുള്ള് കച്ചറെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ ചുമരിൽ ഇതിലുണ്ട കച്ചറ കുറവാണ്. അപ്പം നമുക്ക് പണിയും കുറവാണ്. എന്നാലും നമ്മളതായ പണി എത്ര കച്ചറ ഇല്ലെങ്കിലും നമ്മൾ ക്ലീനാക്കി കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ കയറുന്ന സമയം നോക്കല്, പിന്നെ അവരോട് പറയും ഞാൻ ഇത്ര മണിക്ക് കയറി ഇത്ര മണിക്ക് ജോലി കഴിഞ്ഞ് അറിയും, അതിൻ്റെ കാശ് തീർത്താണ്. അത് കൂടുതലൊന്നും നമ്മൾ പറയരുത്. നമ്മൾ കൂടുതൽ പറഞ്ഞ് ഓല് വന്നു നോക്കാത്തതിന് നമ്മളെ വിശ്വസിച്ചിട്ട് ഓല് ഇന്ന സ്ഥലത്ത് റൂമാണ് താത്ത അവിടെ ഓപ്പൺ ആക്കിയിട്ടീന് സാധനങ്ങളെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്താക്കുക നമ്മളെ വിശ്വസിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മളൊരു 11 മണിക്ക് കയറ്റിയിട്ട് എപ്പോഴാണോ നമ്മളെ വർക്ക് ചെയ്യണം കറക്റ്റ് ടൈം പറയുക. കൂടുതൽ നമ്മൾ ഇത്ര സമയമായി എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. ആ കാശെല്ലാം വേറെ വഴിക്ക് കൂടെ പോകും. വെള്ളം ഇങ്ങനെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. കണ്ട അപ്പോൾ ഞാനിതാതെ ചുമരെല്ലാം നനച്ചിട്ടു കേട്ടോ. ചുമരെല്ലാം നനച്ചിട്ട് ഇതേപോലെ നമ്മൾ ബാത്റൂമിലും വെള്ളം ഒഴിക്കണം. ഈ ബാത്റൂമും കിച്ചണാണ് എല്ലായിടത്തും വലിയ കച്ചറായിട്ട് നമുക്ക് തോന്നാറ്. കണ്ട ഇവിടെ എല്ലാം നല്ല കച്ചറ. അപ്പോൾ ഇവിടെ എല്ലാം കുറച്ചിങ്ങനെ നനച്ചിട്ടിട്ട് ബ്രഷ് കൊണ്ട് ഇതാക്കിയാൽ മതി. പെട്ടെന്ന് പണി കഴിയും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സമയം ആവുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടും. ഇപ്പോൾ ദുബായിലാണെങ്കിലും ഖത്തറിലാണോ സൗദിയിലാണോ എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെ പിന്നെ ജോലി നമ്മളെ സഹോദരന്മാർ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഉള്ളൊരിതാണ്. നന്നായിട്ട് നമ്മളെ ഇതുണ്ട ഇതെല്ലാം നല്ല കച്ചറ. അപ്പോൾ ഇതെല്ലാം നല്ല കോറക്സ് ഇതെല്ലാം ഒഴിച്ചിട്ടാൽ നമ്മൾ അടിക്കലെല്ലാം കഴിയുമ്പോഴത്തേന് ഇത് ഓക്കെ ആവും. പിന്നെ നന്നായിട്ട് കമ്പിച്ചകിരി കൊണ്ട് അരച്ച് എടുത്താൽ മതി. ഇനി ഞാൻ ബാത്റൂമിലേക്ക് പോയി ഫുള്ള് നനച്ചിടാം കേട്ടോ. ഇപ്പം തറയിലൊന്നും അത്ര കച്ചറില്ല, എന്നാലും തറ ഇപ്പം നനയ്ക്കരുത്. ഒന്ന് ബ്രഷ് എടുത്തിട്ട് അടിച്ച് വാരി കച്ചറെല്ലാം വലിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഞാനതാ പറയുന്നത്, നമ്മൾ ജോലി നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ജോലി കിട്ടും. എനിക്കൊന്നും ജോലി ഇല്ലാതെ ഇരിക്കുകയില്ല കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും എല്ലാം കിട്ടും. ഈ ക്ലോസറ്റ് എല്ലാം കണ്ട ഭയങ്കര കച്ചറ. അപ്പോൾ ഈ കോറക്സ് എല്ലാം കണ്ട് എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളെ ബാക്കി പണി കഴിയുമ്പോൾ ഇതെല്ലാം ബാത്റൂമിൽ ലാസ്റ്റ് കഴുകണം കേട്ടോ. എന്താ നമ്മളെ കിച്ചൻ്റെ പണിയോ ആദ്യത്തെ
അടിക്കലും തുടക്കലും ഇതുണ്ട്. ബ്രഷ് ഇങ്ങനെ അടിച്ചാൽ അത് പെട്ടെന്ന് ക്ലീൻ ആവും. ഇപ്പം എല്ലാവരും എന്താക്കും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കി. നിങ്ങളെ പണിക്കും കുറവുണ്ടാവും. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നും ചെയ്യും കേട്ടോ. പിന്നെ മണിക്കൂറാണല്ലോ പറഞ്ഞ് സമയമൊന്നും ഓവർ എടുത്ത് നമ്മളായ സമയം ഉണ്ടാവില്ലേ. ഇത് എത്ര മണിക്കൂർ കഴിയുന്നല്ലോ. അപ്പോൾ മണിക്കൂറിന് പോകുന്നവരോടാണ് ചെയ്യുന്നത്. മണിക്കൂറിന് പോകാതെ ഒരു എമൗണ്ട് പറഞ്ഞ് പോകുന്നവർക്ക് കാണിക്കണമെങ്കിൽ സുഖമാണ്. ഇത് വേഗം പരിപാടി കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ പാർസൽ വാങ്ങി പോകാൻ. നമ്മളെല്ലാം മണിക്കൂർ എടുക്കുന്നതിന് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇതുണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ച് കച്ചറ ഇതുണ്ട്. ഇനി ഇത് മൊത്തം നമുക്ക് ബാത്റൂമിൽ ഒഴിച്ച് കളയാം ഈ വെള്ളം. അപ്പം നന്നായിട്ട് വൃത്തിയാവും. ഇവിടെ കൂടുതലില്ല, ഇത് ഫാമിലി ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ നമുക്ക് ഏതൊരു പണി കിച്ചനും ബാത്റൂമാണ് കൂടുതലുണ്ടാവുക. ഇവിടെ എല്ലാം കുറവായിരിക്കും. ഇവിടെ എല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് ബ്രഷ് ഇട്ട് ഒന്ന് അരിച്ച് കളഞ്ഞ് വടിച്ചെടുത്താൽ പരിപാടി കഴിയും കേട്ടോ. പക്ഷെ കിച്ചനും ബാത്റൂമാണ് നന്നായിട്ട് ഉണ്ടാവുക. ഒന്ന് ചെറുങ്ങനെ എടുക്കുന്നുള്ളൂ, കൂടുതൽ എടുക്കുന്നില്ല. അപ്പം ആദ്യം നമ്മൾ ഈ അകമൊന്നും നനയ്ക്കരുത് കേട്ടോ. ബ്രഷ് നന്നായിട്ട് നമ്മൾ ഈ കച്ചറ ഫുള്ള് എടുത്തിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ വെള്ളം ഒഴിച്ചാൽ ആ കച്ചറയും വെള്ളം കൂടി ആകെ നിങ്ങൾ ഇടങ്ങറാവും. ഫുള്ള് കച്ചറ അടിച്ച് വാരി ഫുള്ള് ക്ലീനാക്കുക, എന്നിട്ട് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ കച്ചറ കണ്ട, കിച്ചണിൽ നല്ല കച്ചറ ഉണ്ട്. അപ്പം ഞാൻ ഇതാ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇട്ടീന്. കണ്ടല്ലോ. അപ്പോൾ ഞാനിനി ആദ്യം ഒന്ന് ബ്രഷ് ഇട്ട് കച്ചറെല്ലാം ഇതാക്കട്ടെ, അടിച്ച് വാരട്ടെ. അടിച്ച് വാരി കച്ചറെല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ട് വേണം അകത്തും വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കാൻ. അപ്പോൾ ഇതിന് നമ്മൾ കിച്ചണെല്ലാം നല്ല പൊതർന്ന് കച്ചറെല്ലാം പൊതർന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കമ്പിച്ചേരി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക. അതേപോലെ ബാത്റൂം ലാസ്റ്റ് കഴുകാൻ നോക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടതാണ് നന്നായിട്ട് വൃത്തിയാകുക. അപ്പോൾ ആരും നമുക്ക് ഏതൊരു പണിയും നമുക്ക് മെനക്കേടായി തോന്നുന്നത് നമ്മൾ മടിയോടെ എടുക്കുമ്പോഴാണ്. അപ്പോൾ മടിയല്ലാതെ ഇത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളിതൊരു ജോലിയാണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഭാരമായിട്ട് തോന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചൂടും കുറവാണ്. നമ്മൾ ചൂടത്തല്ല എൻ്റെ അമ്മ തളർന്നു പോകും. ഈ കിച്ചണിൽ ചിലപ്പോൾ എ സി ഇതായിട്ടുണ്ടാവില്ല, കേടായിരിക്കും. നമ്മൾ തളർന്നിട്ട് ഉച്ചക്കെല്ലാം പണിയെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കണ്ണുകൂടെ വെള്ളം വരും. അത്ര ഇടുന്നത്. ഇപ്പം അൽഹംദുലില്ലാ തണുപ്പായി, ചൂട് കുറവാണ്. അപ്പോൾ സുഖമാണ് ഇപ്പം എല്ലാം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുക. ഇനി ഇതെല്ലാം കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പണി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അർഹമായ സ്നേഹം നമ്മൾ പണിയെടുത്ത് കൊടുത്താൽ നമ്മൾ ഒരു വില്ലേജ് പോയപ്പോൾ ഈ വില്ലേജ് ഞാനിപ്പോൾ 3ാമത്തെ വട്ടമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ തന്നെ വിളിക്കാൻ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ വൃത്തിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മളായ കറക്റ്റ് മണിക്കൂർ കയറുമ്പോൾ നോട്ട് ചെയ്യുക, ഇറങ്ങുമ്പോഴും നോട്ട് ചെയ്ത് ഓലോട് പറയുക ഇതാ പണി കഴിഞ്ഞു, ഇതാ നമ്മൾ പോകാൻ നിൽക്കുകയാണെന്ന്. ഇല്ല കൂടുതൽ നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇപ്പം ഇതന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. നമ്മളെ സമയം പോകുന്നത് മണിക്കൂറല്ല. അപ്പോൾ ആരും മണിക്കൂർ കൂടുതലാക്കുക, അവിടെ ഇവിടെ മുട്ടിക്കളിക്കുക അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് കിട്ടുന്ന പൈസ ഏതായാലും നമുക്ക് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമുക്ക് പൈസ വേണ്ട. എന്താന്ന് പറഞ്ഞാൽ അത് വേറെ വൈകി കൂടെ ആശുപത്രി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അർത്ഥമായി പണിയെടുക്കുക, അർത്ഥമായി പിന്നെ പൈസ വാങ്ങുക, അത്ര എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇത്രയല്ലേ ഇതാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങുകയാണ്. പിന്നെ ഞാൻ സോറി ഇട്ടാ, എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു താത്ത മാസ്ക് ഇടണം, കയ്യിലൊറയിടണമെന്ന്. എല്ലാം വാങ്ങാൻ മറന്ന്. ഞാൻ സഫാരിയിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വാങ്ങാൻ മറന്ന് അങ്ങ് മറന്നു. ഇനി നോക്കാം. അപ്പോൾ ഞാനിത് ചെയ്ത് തീർക്കട്ടെ കേട്ടോ. അത് ചെയ്തിട്ട് വേണം എനിക്ക് നമ്മുടെ ഇലാലൊരു റൂമുണ്ട്, വീടുണ്ട്, അത് ക്ലീനാക്കാൻ. അത് ഫാമിലിയാണ് കേട്ടോ. അത് ആഴ്ചക്ക് 2 വട്ടം ക്ലീനാക്കാൻ വിളിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് പണിയുള്ളൂ, അത് ഫുള്ളൊന്ന് വലിച്ചിട്ട് ക്ലീനാക്കി കൊടുക്കാനേ ഉള്ളൂ. നല്ല ആൾക്കാരാണ് ഇലാലുള്ള. അപ്പോൾ ഞാനിത് ചെയ്യട്ടെ.
നമ്മൾ അവിടെ എല്ലാം നന്നായി ഇത് ഫുള്ളടിച്ച് വാരി അവിടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കണ്ട നല്ല കച്ചറുള്ളടത്തെല്ലാം സോപ്പും പൊടി കലക്കി ഒഴിച്ച് വെച്ചോ. ഇനി നമ്മൾ കിച്ചനാണ് ആദ്യം നന്നാക്കുന്നത്. ഇപ്പം കിച്ചന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ആ പണി കഴിയുമ്പോഴത്തേന് ഇത് കണ്ട ഇത് നന്നായിട്ട് പൊതിർന്ന് വന്ന് ഇതിപ്പോൾ വെറുതെ ഒന്ന് അരച്ചു കൊടുക്കാൻ മതി. ഫാമിലി താമസിച്ചിടത്ത് എപ്പോഴും വൃത്തി ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ കൂടുതൽ കച്ചറ ഉണ്ടാവില്ല. ചില സഹോദരന്മാർ താമസിച്ചിടത്തും നമ്മൾ പെണ്ണുങ്ങൾ താമസിച്ചതിനെക്കാട്ടിയും ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അവിടെ അതേപോലെ അടിച്ചടി തുടക്കാൻ മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതെല്ലാം നന്നായിട്ട് പൊതിർന്ന് വന്ന് ഇത് വെറുതെ ഒന്ന് അരച്ചിട്ട് നമുക്ക് എന്താക്കാം, ചുമര് വെച്ച് അരച്ചു കൊടുക്കാം കേട്ടോ. വേഗം പോകും ഇങ്ങനെ കോറക്സ് ഒഴിച്ചാൽ. പക്ഷെ നമ്മളെ ഡ്രസ്സാണ് ഏറ്റവും പഴയ ഡ്രസ്സ് ഇട്ട് വരികയാണ് നല്ലത്. കണ്ട ഈ കറെല്ലാം കണ്ടോ പോകുന്നത്, കണ്ടോ എത്ര കറ ഉണ്ടായി, കണ്ടോ ഈ കറെല്ലാം കണ്ടോ പോകുന്നത്, അത് കോറക്സിൻ്റെ ആണ്. കണ്ടോ വൃത്തിയായില്ലേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്താണെന്ന് നമ്മളെ കയ്യിൻ്റെ പണി പോകും. ഭയങ്കര ടൈറ്റായി നമ്മൾ വരക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ കൈയെല്ലാം ഉണ്ട്. ഇപ്പം തന്നെ കോറക്സ് ആയതുകൊണ്ട് ഇങ്ങനെ നരമ്പെല്ലാം എടുത്ത് പിടിക്കുന്ന കോറക്സ് ഭയങ്കര ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഫസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അല്ല ചുമരെല്ലാം നന്നായിട്ട് എണ്ണ ഉണ്ടാവും, അപ്പം അതെല്ലാം നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോറക്സും സോപ്പും ഇങ്ങനെ ഒഴിച്ച് ഇത് നന്നായിട്ട് പുതർത്തി വെച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങറാണ്, നമുക്ക് തന്നെ മടുപ്പ് വരും. അപ്പോൾ മടുക്കരുത് ഒരിക്കലും. ഇതേപോലെ നമ്മൾ ഐഡിയ വെച്ച് ചെയ്യുക. കണ്ടോ പോണുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല കച്ചറയാണ്, കണ്ടോ വരക്കുമ്പോൾ തന്നെ പോകുന്നത്. അപ്പം ഇതേപോലെ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെതായ ജോലി ചെയ്യട്ടെ. മൊബൈൽ പിടിച്ച് നിന്നാൽ നമ്മുടെ സമയം വെറുതെ പോകും. അപ്പോൾ ഇതെല്ലാം ക്ലീനാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ക്ലീനാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇടും, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ ക്ലീനാക്കുന്ന കൂടുതൽ ഇട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് ക്ലീനാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ക്ലീനാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യുക. പിന്നെ പറയാനുള്ളത്, കാലിയായ റൂമിൽ നമ്മൾ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം എടുക്കണം. ഇവിടെ നമുക്ക് വില്ലക്കാരനും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം എടുത്തിട്ട് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണം, അല്ലെങ്കിൽ ഇന്നെ പോലെ ചൂണ്ടുടങ്ങും. ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് ചെയ്യട്ടെ കേട്ടോ. കണ്ടോ ഇപ്പം നമ്മളെ കിച്ചണിലെ മുകളിലത്തെല്ലാം ഫുള്ള് ക്ലീനാക്കി. കണ്ടില്ല എത്ര പെട്ടെന്നാണ് കഴിഞ്ഞെന്നറിയോ. കിച്ചന് ഞാൻ പറഞ്ഞില്ല, ബാത്റൂമാണ് നമുക്ക് മെനക്കെട്ട പണിയെന്ന്. ഈ പൈപ്പ് ലീക്കാട്ടോ. ഫുള്ള് ക്ലീനായില്ലേ. ഫുള്ള് കച്ചറ വലിച്ചെടുത്ത് കണ്ടോ. ഇനിയിപ്പോൾ തറ നല്ല ബ്രഷ് കൊണ്ട് വരക്കണം കേട്ടോ. വരച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് വലിച്ചെടുത്താൽ കിച്ചണിൻ്റെ പണി കഴിയും. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പണി. അത് ആദ്യം ഇതേപോലെ ചെയ്യണം കേട്ടോ എല്ലാവരും. ആണായാലും നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ആൾക്കാർ മണിക്കൂറിന് പണിയെടുക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ ക്ലീനിങ്ങിനെല്ലാം. പോലിക്കെല്ലാം വലിയ ഉപകാരമാവും. അപ്പോൾ ഇതേപോലെ ചെയ്യുക. കിടക്കുന്നുണ്ട് കേട്ടോ, അത് അറിയില്ലേ. അപ്പോൾ ബാത്റൂമത്തെ പണിയും കഴിഞ്ഞിട്ടാ. ഇവിടെ AC ഇട്ടും AC വർക്കല്ലിടോ. ഞാൻ പറഞ്ഞില്ലേ കാലിയ റൂമെല്ലാം. ഇനി ആരെങ്കിലും റൂം എടുത്ത് AC കംപ്ലൈൻറ്റ് വരുമ്പോഴേ ഒരു നന്നാക്കി കൊടുക്കൂ. ഇപ്പോൾ ഭയങ്കര ചൂട്. ബാത്റൂമിൻ്റെ പണി കൂടി കഴിഞ്ഞപ്പോൾ കിച്ചൻ്റെ പണി കഴിഞ്ഞു കേട്ടോ, ഫുള്ള് കഴിഞ്ഞ്.
കിച്ചണിലെ പണി ഫുള്ള് കഴിഞ്ഞ് അതേപോലെ ബാത്റൂമിൻ്റെ പണിയും കഴിഞ്ഞപ്പോത്തിന് തളർന്നു കേട്ടോ. അതാ കണ്ടോ, ഇത് ആദ്യം ഇങ്ങനെ സോപ്പ് കോറക്സ് ഒഴിച്ച് വെച്ചോണ്ടാണ് ഇത്രയും വൃത്തിയായി കിട്ടുന്നത് കേട്ടോ. അതുണ്ടോ പോയി ടൈല് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് പണിയുള്ള സമയം കാണിച്ചു തന്നതാണോ ഇപ്പം ഇതൊക്കെ ജോലി ചെയ്ത് നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് നമ്മുടെ ഡോർ അടച്ചിടണം, ഇനി തുടക്കാൻ മാത്രമേ ഉള്ളൂ. കിച്ചണും കഴിഞ്ഞ് അപ്പം അത് ഞാൻ അടിച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കി കേട്ടോ. ഇനി നമുക്കിതാ അത് അടച്ചിട്ടു, കിച്ചൺ പണി കഴിഞ്ഞ് ഇനി ഇവിടെയാണ് നന്നാക്കാനുള്ളത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞേട്ടാ. ഇവിടെ ശരിക്കും 2 മണിക്കൂറിൻ്റെ പണിയുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയുക, 2:15 രണ്ടും കുറച്ചല്ലായാലും 2 മണിക്കൂറേ പറയുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഒട്ടേ നിൽക്കും. പിന്നെ അറിയുന്നവരാരെയും പറയും, ഇവിടുത്തെ വില്ലക്കാരിൽ നമുക്ക് 10 രൂപ കൂടുതൽ കരുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പൈസ ആണെങ്കിലും 10 രൂപ താത്ത് വെച്ചോ ചായ അടിച്ചോ എന്ന് നമുക്ക് കരുത്തുണ്ട്. ഒരു മനുഷ്യാശുള്ള ഒരു വില്ലക്കാരനല്ലാണ്, ഫാമിലിയെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം നമ്മളിത് പണി കഴിഞ്ഞിട്ട് നമ്മൾ പോലെ വിളിച്ച് പറയും ജോലി കഴിഞ്ഞപ്പോൾ ഫാമിലിനോട് പോയിട്ട് കാശ് വാങ്ങിക്കൊണ്ട് പറയും, അവിടെ പോയിട്ട് വാങ്ങിക്കും റൂമിൽ. അപ്പോൾ ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതും കൂടി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഫുള്ള് എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര ചൂടാകും പിന്നെ സഹിക്കൂല, വെള്ളവും ഇല്ല. പിന്നെ അപ്പുറം പോയി വാങ്ങണം, വില്ലക്കാരൻ്റെ റൂം കുറച്ച് അപ്പുറം, അത് പോയി വാങ്ങണം, ആവില്ല. അപ്പം ഇത് ചെയ്ത് തീർക്കട്ടെ. ആദ്യം മഫ് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം വലിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് നേരം വൃത്തിയാവും. എല്ലാം ഫുള്ള് ക്ലീനായി, എൻ്റെ പണി കഴിഞ്ഞിട്ടോ ഞാൻ പോവാണ്. ഫുള്ള് ക്ലീനാക്കി ലൈറ്റ് ഓഫാക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ക്ലീനാക്കിയ റൂം കേട്ടോ. നല്ല കിച്ചണക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ സാധനം വെക്കുകയും ചെയ്യുക. കണ്ടോ, വലിയ കിച്ചൺ, വാഷിംഗ് മെഷീനും ഇവിടെ തന്നെ വെക്കുക. നല്ല കിച്ചേട്ടാ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചുണ്ടല്ലോ ഉണങ്ങിയതിന് അതൊന്നും നോക്കണ്ട. വെള്ളം കുടിച്ചിട്ടില്ല, 2-2.5 മണിക്കൂറായിട്ടോ. ഞാൻ വെച്ച് 2 മണിക്കൂറിൻ്റെ പണിയുള്ളൂ, 2.5 മണിക്കൂറായി ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ ബൈ ബൈ. പോട്ടെ, ഇതെൻ്റെ ചാവിയാണ്. ഓക്കെ.